സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടി കാണിക്കുന്ന അവധാനത മോഹൻലാൽ കാണിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന വിമർശനം. ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഏകദേശം 9 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. മമ്മൂട്ടി തൻ്റെ 70കളിലും മോഹൻലാൽ തൻ്റെ 60കളിലുമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും കരിയർ പരിശോധിച്ചാൽ അവരുടെ കരിയറിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് അവരുടെ വയസ്സിൻ്റെ 40കളും 50കളുമാണ്. 50കളുടെ അവസാനത്തോടെ അത് മങ്ങിത്തുടങ്ങുകയും 60കളിൽ അത് ഏകദേശം പൂർണ്ണമാകാറുമുണ്ട്. ഇത് മനസ്സിലാക്കി തുടങ്ങുന്ന ഇവർ തങ്ങളുടെ 60കളിൽ ഈ സ്റ്റാർഡം ഉറപ്പിക്കാൻ വേണ്ടി വേവലാതി പൂണ്ട് പല ചവറുകളിലും തലവെക്കുകയും തുടർന്ന് പരാജയപ്പെടുകയുമാണ് മിക്കപ്പോഴും കാണുന്നത്. ഇതേ കാര്യം മമ്മൂട്ടിക്ക് തൻ്റെ 60കളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മോഹൻലാലിന് അതാകാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ 60കളിൽ അദ്ദേഹം ചെയ്ത ചിത്രങ്ങൾ നോക്കുക. കിങ് ആൻഡ് ദ കമ്മീഷണർ, കോബ്ര, താപ്പാന, ജവാൻ ഓഫ് വെള്ളിമല, കമ്മത്താൻഡ് കമ്മത്ത്, പ്രൈസ് ദ ലോഡ്, ഗ്യാങ്സ്റ്റർ, അച്ചാദിൻ, തോപ്പിൽ ജോപ്പൻ, പുള്ളിക്കാരൻ സ്റ്റാറ, മാസ്റ്റർ പീസ്, പരോള്, അങ്കിള്, മാമാങ്കം, ഷൈലോക്ക്, ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തിൻ്റെ ശോഭ കെടുത്തി. അതിനിടയിൽ മുന്നറിയിപ്പ്, പത്തേമാരി പോലുള്ള ക്ലാസ് പടങ്ങൾ ഉണ്ടെന്നതും വിസ്മരിക്കുന്നില്ല. അന്നൊന്നും ഈ പറയുന്ന അഭിനയത്തോടുള്ള ആർത്തി കാണാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ 70കൾ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ്. ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി മികച്ച നടൻ എന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. ഇതേ ഒരു സ്ഥാനത്ത് അടുത്ത 10 വർഷങ്ങൾക്കുള്ളിൽ മോഹൻലാലും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന വേഷം അരക്കിട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാകും മോഹൻലാലാണെന്നാണ് വിലയിരുത്തൽ. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ മമ്മൂട്ടിയെയും ഇന്നത്തെ മോഹൻലാലിനെയുമല്ല ഇപ്പോൾ താരതമ്യപ്പെടുത്തേണ്ടത്. ഇന്നത്തെ മോഹൻലാലിനെയും 10 വർഷം മുമ്പുള്ള മമ്മൂട്ടിയെയും ആണ്